കാട്ടാന ഭീഷണിയിൽ കീരമ്പാറ, പ്രതിഷേധവുമായി നാട്ടുകാർ. സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ കേരളത്തിലെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മണിക്കൂറുകൾക്കകം പരിഹരിക്കാൻ കഴിയുമെന്നും കഴിഞ്ഞ 10 വർഷക്കാലവും നിയമസഭയ്ക്ക് അകത്തും പുറത്തും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി 2 മാസം പിന്നിടുമ്പോഴേക്കും കേരളത്തിൽ 8 പേരാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളതെന്ന് മുൻ എം.എൽ.എ. ആന്റണി ജോൺ പറഞ്ഞു. കീരമ്പാറ പഞ്ചായത്തിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പുന്നേക്കാട് നടന്ന ജനകീയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ വി.ഡി. സതീശൻ കോതമംഗലത്ത് വന്നു പോലും പറഞ്ഞിട്ടുണ്ട്. നിരന്തരമായി പറയുകയാണ്, ഭരിക്കുന്ന ഗവൺമെന്റിന്, സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മണിക്കൂറുകൾക്കകം പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയം മാത്രമാണ് കേരളത്തിലെ ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതുമാത്രമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം നിരന്തരമായി പറയുകയാണ്, ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ വന്യമൃഗങ്ങളുടെ മുന്നിലേക്ക് തള്ളിയിട്ടിട്ട് ഗവൺമെന്റ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണെന്ന് നിരന്തരമായി പറഞ്ഞ ആളല്ലേ. എന്താ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി ചോർന്നു പോയോ? ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്തേ അദ്ദേഹം 2 മാസമായാലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? 8ലേറെ ആളുകളല്ലേ ഈ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ താളുങ്കണ്ണ കോളനിക്ക് അപ്പുറത്ത് പൊങ്ങുംചോട് ആ ഉന്നതിയിലടക്കം ഒരാൾ കൊല്ലപ്പെട്ടില്ലേ? എത്രയധികം ആക്രമണങ്ങളാണ് അദ്ദേഹം ചുമതലയേറ്റ് 2 മാസം പിന്നിടുമ്പോഴും എത്ര ജീവഹാനികളാണ് കേരളത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ, ഇച്ഛാശക്തി അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? നമ്മൾ മനസ്സിലാക്കട്ടെ. വെറുതെ രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങളെയും കണ്ടുകൊണ്ട് സമീപനം സ്വീകരിച്ച ആളുകളല്ലേ. നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യജീവന് പകരമല്ല. എത്ര നഷ്ടം കൊടുത്താലും എത്ര കൊടുത്താലും അതൊരു മനുഷ്യജീവന് പകരമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇന്ന് കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള സഹായമെങ്കിലും കൊടുക്കാൻ തയ്യാറാവണ്ടേ? നിങ്ങൾ അന്വേഷിച്ചോ? ഇപ്പൊ ഈ പൊങ്ങുംചോട് ഇപ്പോ ഏതാണ്ട് 1.5 മാസക്കാലത്തോളമായി ആ ഒരു സംഭവം ഉണ്ടായിട്ട് ഇതുവരെ ആ കുടുംബത്തിന് തുക കൈമാറിയിട്ടില്ല എന്നുള്ളത് എന്നെ ശ്രമിക്കുന്ന നിങ്ങളെല്ലാം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ആ കുടുംബത്തിന് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ 2 ആഴ്ചക്കാലം മുമ്പാണല്ലോ നമ്മുടെ കുട്ടമ്പുഴയിൽ അവിടെ ഒരു കിണറിൽ ആന വീടുന്ന വലിയ മാധ്യമശ്രദ്ധയൊക്കെ നേടിയ സംഭവം അവിടെ കൂവപ്പാറയിൽ. കഴിഞ്ഞ 1 മാസമായി കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ രൂക്ഷമായ കാട്ടാനശല്യം തുടരുകയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാന ജനവാസ മേഖലയിൽ ഭീതി സൃഷ്ടിക്കുന്നു. 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 1-2 വാർഡ് പ്രദേശങ്ങളിൽ ആനകൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ ആനകളെ ജനവാസ മേഖലയിൽ നിന്ന് നീക്കുന്നതിന് വനം വകുപ്പ് കാര്യക്ഷമമായി ഇതുവരെ ഇടപെട്ടിട്ടില്ല. അടിക്കടി കാട്ടാന ആക്രമണമുണ്ടായിട്ടും യാതൊന്നും ചെയ്യാൻ തയ്യാറാകാത്ത കോതമംഗലം എം.എൽ.എ. ഷിബു തെക്കുംപുറത്തിന്റെയും പഞ്ചായത്ത് ഭരണാധികാരികളുടെയും നിലപാടിൽ പ്രതിഷേധിച്ച് CPM കീരമ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ആനശല്യം രൂക്ഷമായ കൃഷ്ണപുരം നഗറിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ വീട്ടമ്മമാരും കുട്ടികളും പ്രദേശവാസികളായ വൃദ്ധജനങ്ങളടക്കം നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. തുടർന്ന് പുന്നേക്കാട് കവലയിൽ ചേർന്ന പ്രതിഷേധ യോഗം മുൻ എം.എൽ.എ. ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ ജിജോ ആന്റണി അധ്യക്ഷത വഹിച്ചു. CPM കീരമ്പാറ ലോക്കൽ സെക്രട്ടറി MS ശശി സ്വാഗതവും കൃഷ്ണപുരം ബ്രാഞ്ച് സെക്രട്ടറി അർജുൻ PS നന്ദിയും പറഞ്ഞു. CPIM കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗം സാബു വർഗീസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KO കുര്യാക്കോസ്, VC ചാക്കോ, EP രഘു, ജോമോൻ കുര്യൻ, മനിൽ തോബ്ര, അൽഫോൺസ സാജു, മനു മാത്യു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഡെയിലി ലൈഫിലെ സ്ട്രെസ്സും ബോഡി പെയിനും കാരണം മടുത്തോ? ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ. വെൽക്കം ടു വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്. ആയുർവേദത്തിന്റെ തനിമയും അഡ്വാൻസ്ഡ് കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങളുടെ കഴുത്തുവേദന, വിട്ടുമാറാത്ത നടുവേദന, സയാറ്റിക്ക, സ്ലിപ്പ് ഡിസ്ക്, ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ പോസ്ചർ ഇഷ്യൂസ് സ്മാർട്ടായി മാറ്റാം. ഡോക്ടർ സുസ്മിത സജീവിന്റെ മേൽനോട്ടത്തിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. ഇനി നോ പെയിൻ, ഓൺലി ഗെയിൻ. ശരീരവും മനസ്സും ഒന്ന് കൂളാക്കാൻ ഞങ്ങളുടെ സിഗ്നേച്ചർ പഞ്ചകർമ്മ തെറാപ്പികളും കൂടാതെ ന്യൂ മമ്മിമാർക്കായി പോസ്റ്റ് നേറ്റൽ കെയർ, വിവാഹത്തിനൊരുങ്ങുന്നവർക്കായി ബ്രൈഡൽ വെൽനസ് പാക്കേജുകളും റെഡിയാണ്. PCOS, വണ്ണ നിയന്ത്രണം, സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്നിവയ്ക്ക് കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ യാത്ര വൈഗയോടൊപ്പം ഇന്ന് തന്നെ ആരംഭിക്കൂ. ബുക്ക് യുവർ സ്ലോട്ട് നൗ. വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്, പ്യാരി ജംഗ്ഷൻ, തോപ്പുംപടി, കൊച്ചി.